നമസ്കാരം. ഒരു മലബാർ സ്പെഷ്യൽ റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അവൽ മിൽക്ക്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായി ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1/2 കപ്പ് അവല് ചേർക്കുക. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. തീരെ കനം കുറഞ്ഞ അവലല്ല, ഇതുപോലെ അല്പം കനം കൂടിയ അവലാണ് അവൽ മിൽക്ക് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വെളുത്ത അവലിനേക്കാളും ഇതുപോലെ അല്പം ബ്രൗൺ കളറുള്ള അവൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഏകദേശം 2-3 മിനിറ്റ് നേരമാണ് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അവല് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടണം, എന്നാൽ കരിഞ്ഞു പോവാനും പാടില്ല. ആ പരുവത്തിനാണ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഏകദേശം 2.5 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവല് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇവിടെ ഒരു മിക്സിംഗ് ബൗളിൽ പാളയൻ കോടൻ പഴം അഥവാ മൈസൂർ പൂവൻ പഴം 5 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതായോണ്ടാണ് 5 എണ്ണം എടുത്തിരിക്കുന്നത്. അത്യാവശ്യം മീഡിയം വലിപ്പത്തിലുള്ളതാണെങ്കിൽ 4 എണ്ണം എടുത്താൽ മതിയാകും. ഇതിലേക്ക് പഞ്ചസാര 3.5 ടേബിൾ സ്പൂൺ. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി ഒരു ഫോർക്കോ തവിയോ ഉപയോഗിച്ചിട്ട് ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പഴവും പഞ്ചസാരയ്ക്കുമൊപ്പം ആവശ്യമെങ്കിൽ അല്പം ഹോർലിക്സോ ബൂസ്റ്റോ ചേർക്കാവുന്നതാണ്. ഇതിങ്ങനെ കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കണം. മിക്സിയിലടിച്ച് സ്മൂത്ത് പേസ്റ്റ് ആക്കാൻ പാടില്ല. പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ലതുപോലെ തണുപ്പിച്ച പാലൊഴിക്കുക. പാസ്ചറൈസ് ചെയ്യാത്ത പാലാണെങ്കിൽ തിളപ്പിച്ചാറിയ ശേഷം തണുപ്പിക്കുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അവൽ മിൽക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കേണ്ട ഒന്നാണ്. ഉണ്ടാക്കി കൂടുതൽ നേരം വെച്ചിരുന്നാൽ അവിൽ പൂർണ്ണമായിട്ടും പാലിൽ കുതിർന്നു പോകും. അതുകൊണ്ട് തയ്യാറാക്കിയ ശേഷം കൂടുതൽ തണുപ്പിക്കുക എന്നുള്ളത് സാധ്യമല്ല. തണുപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഴവും ഉടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിലക്കടല അഥവാ കപ്പലണ്ടി എന്നറിയപ്പെടുന്ന പീനട്ട് 3 ടേബിൾ സ്പൂൺ. ശ്രദ്ധിക്കുക, ഇത് വറുത്ത പീനട്ടാണ്. വറുത്തതല്ലെങ്കിൽ നേരത്തെ നമ്മൾ അവൽ റോസ്റ്റ് ചെയ്തതുപോലെ പീനട്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതോടൊപ്പം തന്നെ കാഷ്യൂനട്ട് 2 ടേബിൾ സ്പൂൺ. ഇതും റോസ്റ്റ് ചെയ്തതാണ്. കാഷ്യൂനട്ട് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഏറ്റവും അവസാനമായി റോസ്റ്റ് ചെയ്തു വെച്ചിരുന്ന 1/2 കപ്പ് അവല് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ആയാൽ മതിയാകും. ആവശ്യത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഏറ്റവും അവസാനമായി അല്പം കൂടി റോസ്റ്റഡ് പീനട്ടും കാഷ്യൂനട്ടും ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യുക. പീനട്ടും കാഷ്യൂനട്ടും മാത്രമല്ല, 1 സ്കൂപ്പ് ഐസ്ക്രീമും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവൽ മിൽക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ അവലിന്റെ ക്രിസ്പിനെസ് പോകുന്നതിന് മുമ്പ് തന്നെ സെർവ് ചെയ്യുക. ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ അവൽ മിൽക്ക് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് കരുതുന്നു. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.